കാണുന്നുണ്ടോ? കുട്ടികളെ? കാണുന്നുണ്ട്. ഓക്കെ. ഇതെന്താ വെച്ചാൽ ഈ 40 മിനിറ്റ്സ് ആണ് നമുക്ക് ഈ സൂം ഫ്രീ ആയിട്ട് തരുന്നുള്ളൂ. അതിന്റെ ഒരു ലാഗ് ആണ് ഈ വന്നോണ്ടിരിക്കുന്നത്. നിങ്ങൾ വേറെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഈ പ്രശ്നം വന്നിരുന്നോ? ഇന്നലെ സൂമിൽ തന്നെയായിരുന്നു കേട്ടത്? ആരാ? ധന്യ മിസ് എടുത്തേ? റൂമിലായിരുന്നു മിസ് ക്ലാസ്. പക്ഷെ അപ്പം ഇങ്ങനെ കട്ടായി പോകുന്നില്ല അല്ലെ ഇടയില്? ഇല്ല, കട്ടായിട്ട് പോയിട്ടൊന്നുമില്ലായിരുന്നു. ചെറിയ റേഞ്ചിന്റെ ഇഷ്യൂ അല്ല. എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ച് റേഞ്ചിന്റെ ഇഷ്യൂസും ഉണ്ടാവും, അതായിരിക്കും. ഓക്കെ. എനിവേ ഐ എം സോറി ഫോർ ഇറ്റ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു കാര്യത്തില്. ആരോ ഇവിടെ പാട്ട് പാടുന്നാരാ? അഭിജിത്തോ? നിഷ എന്ന് അക്കൗണ്ട്. ആരാണ്? ആരാ? ഒരു പാട്ട് കേൾക്കുന്നില്ലേ നിങ്ങള്? ഓക്കെ. So we are going on to the next slide. എവിടെയായിരുന്നു ഗൈഡ്ലൈൻസ്? ഇതൊരു കുറച്ച് വലിയ ചാപ്റ്റർ ആണ്. ആൻഡ് ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ടു. അതുകൊണ്ടാണ് ഒന്ന് ഡീറ്റെയിൽഡ് ആയി പറഞ്ഞു പോകുന്നത്. ഇൻഷുറൻസ് പോളിസി. അപ്പം നിങ്ങൾ ഇപ്പൊ കാണാനല്ലോ? സ്ക്രീൻ ഇസ് വിസിബിൾ, റൈറ്റ്? കാണാൻ പറ്റുന്നുണ്ട്. ഗൈഡ് ലൈൻസ് ഫോർ ഓക്കെ. ഗൈഡ് ലൈൻസ് ഫോർ എക്സ്പോർട്ടേഴ്സ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ലെറ്റർ ഓഫ് ക്രെഡിറ്റിൽ ഒരു മിസ്റ്റേക്കും വരാൻ പാടില്ല. ലെറ്റർ ഓഫ് ക്രെഡിറ്റിൽ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ ഇസ് ദാറ്റ് യു വിൽ നോട്ട് ഗെറ്റ് ദ പേയ്മെന്റ്. സാധാരണ ലെറ്റർ ഓഫ് ക്രെഡിറ്റിൽ വരുന്ന കുറച്ച് എറേഴ്സിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എക്സ്പയർ ചെയ്ത് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ബിൽ ഓഫ് ലേഡിംഗ് ക്ലോസ്ഡ് അണ്ടർ ഡേർട്ടിയോ അൺക്ലീൻ ബിൽ ഓഫ് ലേഡിങ്ങോ ആവാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ നമ്മൾ ചാർട്ടർ പാർട്ടി പറഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഷിപ്പിനെ തന്നെ ബുക്ക് ചെയ്തിട്ട് ട്രാൻസാക്ഷൻസ് നടത്തുന്നതിനെയാണ് ചാർട്ടർ പാർട്ടി പറയുക. അവിടെ പ്രശ്നം വരാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ പറയുന്നത് എന്താ? ഷിപ്മെന്റ് വാസ് മെയ്ഡ് ബിറ്റ്വീൻ പോർട്ട് അതർ ദാൻ ദോസ് സ്റ്റേറ്റഡ് ഇൻ ദ ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ലെറ്റർ ഓഫ് ക്രെഡിറ്റിൽ ക്ലിയർ ആയിട്ട് പറയും ഈ പോർട്ടുകൾ തമ്മിലുള്ളോ നമുക്ക് സെയിൽ നടത്താൻ പറ്റുക. ദാറ്റ് ഇസ് ഫ്രം USA യു ക്യാൻ സെയിൽ ടു ഇന്ത്യ. അങ്ങനെയല്ലാതെ നമ്മൾ അതിന്റെ ഇടയിൽ പോയിട്ട് ചൈനയിൽ പോയിട്ട് സെയിൽ നടത്തി കഴിഞ്ഞാൽ അഗെയിൻ ദാറ്റ് ഇസ് എ റോങ് തിങ് ഇൻ ദ ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. അപ്പൊ ഇങ്ങനത്തെ കുറെ ഗൈഡ് ലൈൻസ് നമുക്ക് തന്നിട്ടുണ്ട് ലെറ്റർ ഓഫ് ക്രെഡിറ്റിൽ സാധാരണ വരുന്ന എറേഴ്സ്. യു കെൻ ജസ്റ്റ് റീഡ് ഇറ്റ് ഔട്ട്. ഇതിന്റെ അതൊന്നും കൂടി പറയുവാ? ഏതാണ് ലെറ്റർ ഗൈഡ് ലൈൻസാ? ഗൈഡ് ലൈൻസാ കുട്ടി? ഇപ്പം പറഞ്ഞത് ടൈം ഔട്ട് ആയതിനു ശേഷം പറഞ്ഞത് ഒന്നും കൂടി പറയാം. ഓക്കെ. എന്താണ് വെച്ചാൽ അതിന്റെ അത് വരുന്നത് ഗൈഡ് ലൈൻസ് ഫോർ ദ എക്സ്പോർട്ടർ ആണ് വരുന്നത്. ഗൈഡ് ലൈൻസ് ഫോർ ദ ഗൈഡ് ലൈൻസ് ദാറ്റ് ഹാവ് ടു ബി ഫോളോഡ്. ഞാൻ പറഞ്ഞു എന്താണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് കറക്റ്റ് ആയിരിക്കണം. ദേ ഷുഡ് ബി നോ എറേഴ്സ് ദാറ്റ് ഇസ് കമ്മിങ് ഇൻ ദ ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ഏതെങ്കിലും സൈഡിൽ നിന്ന് എന്തെങ്കിലും എറേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പേയ്മെന്റ് കിട്ടാനുള്ള ബുദ്ധിമുട്ട് വരും ലെറ്റർ ഓഫ് ക്രെഡിറ്റിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നാലും. അപ്പൊ നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്തൊക്കെയാണ് എറേഴ്സ് ലെറ്റർ ഓഫ് ക്രെഡിറ്റിൽ സാധാരണ വരുന്നതാണ്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ചിലപ്പം എക്സ്പയർഡ് ആയി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ അൺക്ലീൻ ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, അൺക്ലീൻ ബിൽ ഓഫ് ലേഡിംഗ്. അൺക്ലീൻ ബിൽ ഓഫ് ലേഡിംഗ് പറഞ്ഞാൽ അതിന്റെ മുകളിൽ തന്നെ നമ്മൾ എഴുതി വെക്കുകയാണെങ്കിൽ 20 things are being damaged. അങ്ങനെയാകുമ്പോൾ ഇമ്പോർട്ടർ ഒരിക്കലും ആ സാധനം വാങ്ങില്ല. They will not accept the product. ഈ ബിൽ ഓഫ് ലാഡിംഗ് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. പിന്നെ ചാർട്ടർ പാർട്ടി ബിൽ ഓഫ് ലാഡിംഗ് പറഞ്ഞാൽ നമ്മൾ ഒരു ഷിപ്പിനെ കംപ്ലീറ്റ്ലി ചാർട്ടർ ചെയ്യാണ് ഒരു പോർട്ടിലോട്ട് പോകാൻ വേണ്ടി. അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ആ ഒരു ചാർട്ടർ പാർട്ടി ബില്ലിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അവിടെ നമ്മൾക്ക് എന്താണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പേയ്മെന്റ് കിട്ടാനുള്ള ചാൻസസ് ഇല്ല. പിന്നെ ഗുഡ്സ് വാസ് ഷിപ്ഡ് ഓൺ ഡോക്ക് വെൻ ഇറ്റ് വാസ് നോട്ട് പെർമിറ്റഡ്. നമ്മൾ ആ പറഞ്ഞ ടൈമിന്റെ ഉള്ളിലല്ല നമ്മൾ ഈ വെസലിലോട്ട് ഐറ്റംസ് വെച്ചിരിക്കുന്നത്. അങ്ങനത്തെ കേസസിലും നമുക്ക് മിസ്റ്റേക്സ് വരാം. പിന്നെ എന്താ പറയുന്നത്? ഇൻഷുറൻസ് കവറേജ് പ്രോപ്പർ ആയിട്ട് എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് മിസ്റ്റേക്സ് വരാം. അപ്പൊ ഈ പറയുന്ന ഈ പേജിൽ കാണുന്നൊക്കെ സാധാരണ വരുന്ന ലെറ്റർ ഓഫ് ക്രെഡിറ്റിന്റെ മിസ്റ്റേക്സ് ആണ്. അപ്പൊ അപ്പൊ പിന്നെ പറയുന്നത് പറഞ്ഞാൽ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് എന്തെങ്കിലും വരിക. സ്പെല്ലിംഗ്സ്, ഡിസ്ക്രിപ്ഷൻസ് ഓർ സ്പെല്ലിംഗ് ഓഫ് ഗുഡ്സ് ഓൺ ഇൻവോയ്സ് ഡിഫർ ഫ്രം ദ ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ഞാൻ നമ്മളെ ഫസ്റ്റ് ഈ ക്ലാസ്സിലല്ല കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു സ്പെല്ലിംഗ് ഇസ് സംതിങ് ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സെയിം മീനിങ് തന്നെ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിലും നമ്മൾ എന്ത് വേണം? അതേ സ്പെല്ലിങ്ങും അതേ ഫോർമാറ്റിൽ തന്നെ നമ്മൾ എഴുതണം.
പിന്നെ ഷിപ്മെന്റ് ഷോർട്ട് ആണ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് വാസ് ഡ്രോൺ ഓൺ ദ റോങ് പാർട്ടി, ബിൽ ഓഫ് എക്സ്ചേഞ്ച് വാസ് പേയബിൾ ഓൺ ഇൻഡിറ്റർമിനബിൾ ഡേറ്റ്. ഇൻഡിറ്റർമിനബിൾ ഡേറ്റ് പറഞ്ഞ പ്രോപ്പർ ഡേറ്റ് നമ്മൾ പ്രോപ്പർ ആയിട്ട് പറയുന്നില്ല. ഇങ്ങനത്തെ കുറെ എറേഴ്സ് എന്തിൽ വരാനുണ്ട് ചാൻസസ് ഉണ്ട്, ലെറ്റർ ഓഫ് ക്രെഡിറ്റിൽ വരാനുണ്ട് ചാൻസസ് ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ ആര് ശ്രദ്ധിക്കണം എന്നാൽ എക്സ്പോർട്ടർ ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, now we are going on to the next topic, which is documentary collection. Documentary collection വരുന്ന രണ്ട് വിധമാണ്. documents against payment. Your internet connection is unstable. കേൾക്കുന്നില്ല നിങ്ങള്? ഓക്കെ, എന്താണ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. അവിടെ ഇന്റർനെറ്റ് കണക്ഷൻ ഇസ് അൺസ്റ്റേബിൾ കാട്ടുന്നുണ്ട്, അതാണ് സംശയം. ഓക്കെ, സോ ഡോക്യുമെന്റ് എഗെയിൻസ്റ്റ് പേയ്മെന്റ്, ഈ ഡോക്യുമെന്ററി കളക്ഷനിൽ രണ്ടെണ്ണം വരുന്നുണ്ട്. ഡോക്യുമെന്റ്സ് എഗെയിൻസ്റ്റ് പേയ്മെന്റ് ആൻഡ് വൺ മോർ തിങ് ഇസ് കമ്മിങ് ദാറ്റ് ഐ വിൽ ബി എക്സ്പ്ലെയിനിങ് ടു യു. ഫസ്റ്റ് വിൽ സീ വാട്ട് ഇസ് ഡോക്യുമെന്റ്സ് എഗെയിൻസ്റ്റ് പേയ്മെന്റ്. ഇതിന്റെ എക്സ്പ്ലനേഷൻ ആണ് വരുന്നത്. ഐ ജസ്റ്റ് എക്സ്പ്ലെയിൻ ബൈ യൂസിങ് എ പെർട്ടിക്കുലർ എക്സാമ്പിൾ. So we know that there is an exporter coming in, there is an importer coming in. നമ്മളെ complete chapter എന്താ export related or import related ആയിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. So always there will be an exporter who is coming in and there will be an importer coming in. So what has been done is first തന്നെ ഈ exporterും importerും ഒരു ഫസ്റ്റ് തന്നെ അവരെന്താ ചെയ്യുക, ഒരു സെയിൽ കോൺട്രാക്റ്റിലോട്ട് എൻട്രി ചെയ്യാണ്. ഓക്കെ, സെയിൽ കോൺട്രാക്റ്റിലോട്ട് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഈസ് ഹാപ്പനിങ് ഇസ് ദാറ്റ് ഗുഡ്സിനെ അപ്പൊ തന്നെ നമ്മൾ ആർക്ക് എക്സ്പോർട്ട് ചെയ്യും? ഇമ്പോർട്ടറിന് എക്സ്പോർട്ട് ചെയ്യും. ഓക്കെ, the goods are being shipped to the importer. അത് കഴിഞ്ഞാൽ what will happen is that നമ്മൾ ഈ ഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ ഡോക്യുമെന്റ്സ് ആവശ്യമുണ്ട്. ഡോക്യുമെന്റ്സ് എഗെയിൻസ്റ്റ് പേയ്മെന്റ് ആണ് ഇവിടെ പറയുന്നത്. ആ പറയുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ എക്സ്പോർട്ടർ ആർക്ക് കൊടുക്കും? റെമിറ്റിംഗ് ബാങ്കിന് കൊടുക്കും. എക്സ്പോർട്ടറിന്റെ കൈമലുണ്ട്, റെമിറ്റിംഗ് ബാങ്കിന് കൊടുക്കും. റെമിറ്റിംഗ് ബാങ്ക് ആ ഡോക്യുമെന്റ്സ് ഒക്കെ ആർക്ക് ട്രാൻസ്ഫർ ചെയ്യും? കളക്ടിംഗ് ബാങ്കോ പ്രസന്റിംഗ് ബാങ്കിനോ നമ്മൾ കളക്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ ഇസ് ദാറ്റ് ഇവർ ഇമ്പോർട്ടർ എന്ത് ചെയ്യും പറഞ്ഞാൽ ഇവിടെ ക്യാഷ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഈ ഡോക്യുമെന്റ്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ വാട്ട് ഈസ് ഹാപ്പനിങ് ഇസ് ദാറ്റ് ദ ക്യാഷ് വിൽ ബി ട്രാൻസ്ഫേർഡ്. ഫസ്റ്റ് തന്നെ ഇവരെന്ത് ചെയ്യും പറഞ്ഞാൽ ഇമ്പോർട്ടർ ക്യാഷ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ അവർക്ക് ഡോക്യുമെന്റ്സ് കൊടുക്കുക ചെയ്യുന്നത് ഇമ്പോർട്ടറിന്. അത് കഴിഞ്ഞാൽ goods are being received by the importer. Okay, I'll just explain once more. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ക്ലാരിറ്റി ആയിട്ടില്ല. ഫസ്റ്റ് തന്നെ ഒരു എക്സ്പോർട്ടർ ഇസ് കമ്മിങ്, വൺ ഇമ്പോർട്ടർ ഇസ് കമ്മിങ്, ഒരു സെയിൽസ് കോൺട്രാക്ട് വരുന്നുണ്ട്. പിന്നെ അവരെന്താ ചെയ്യുന്ന പറഞ്ഞാൽ ഗുഡ്സ് ആർ ബീൻ ഷിപ്പ്. ഗുഡ്സ് ഷിപ്പ് ചെയ്ത കപ്പാട് കുറെ ഡോക്യുമെന്റ്സ് എക്സ്പോർട്ടർ റെമിറ്റിംഗ് ബാങ്കിന് കൊടുക്കും. റെമിറ്റിംഗ് ബാങ്ക് അത് കളക്ടിംഗ് ബാങ്കിന് കൊടുക്കും. കളക്ടിംഗ് ബാങ്ക് ഇവരെ കയ്യിൽ നിന്ന് പൈസ വാങ്ങും, ഇമ്പോർട്ടറിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങും. പൈസ വാങ്ങി ഗുഡ്സ് റിസീവ് ചെയ്യും. അത് കഴിഞ്ഞ ABCEFG അല്ലെ, ഗുഡ്സ് റിസീവ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുന്നത് പറഞ്ഞാൽ അവർ ആ കംപ്ലീറ്റ് ഡോക്യുമെന്റ്സ് ആർക്ക് കൊടുക്കും? ഇമ്പോർട്ടറിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയോ സ്റ്റുഡൻസ്? ഡോക്യുമെന്റ്സ് ഒന്നും കൂടി പറഞ്ഞുതരുമോ? അത് ഡോക്യുമെന്റ്സ് കൊടുത്തിട്ടല്ലേ ഗുഡ്സ് റിസീവ് ചെയ്യണ? ഡോക്യുമെന്റ്സ് അല്ല, ഫസ്റ്റ് ക്യാഷ് ആണ് ഇവിടെ വരുന്നത്. കണ്ടില്ലേ, ക്യാഷ് കൊടുക്കുക ചെയ്യുന്ന ആദ്യം. ക്യാഷ് കൊടുത്തിട്ട് പിന്നെ ഡോക്യുമെന്റ്സ് റിസീവ് ചെയ്യും. പിന്നെ ഡോക്യുമെന്റ്സ് എന്നിട്ടാണ് ഗുഡ്സ് റിസീവ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞതിൽ എന്തോ തെറ്റ് പറ്റിയതോ അല്ല, ഐ എം സോറി. ദാറ്റ് ഈസ് നോൺ ആസ് ഡോക്യുമെന്റ് എഗെയിൻസ്റ്റ് പേയ്മെന്റ്. ഓക്കെ, ഇനി വരുന്നത് പറഞ്ഞാൽ ഡോക്യുമെന്റ്സ് എഗെയിൻസ്റ്റ് ആക്സെപ്റ്റൻസ് ആണ്. ഡോക്യുമെന്റ്സ് എഗെയിൻസ്റ്റ് ആക്സെപ്റ്റൻസിൽ ഇവിടെ എന്താ നടക്കുന്നത് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ എഗെയിൻ ആൻ എക്സ്പോർട്ടർ ഇസ് കമ്മിങ് ആൻഡ് ഇമ്പോർട്ടർ ഇസ് കമ്മിങ്. അവർ തമ്മിൽ ഒരു സെയിൽസ് കോൺട്രാക്റ്റിലോട്ട് നടക്കും. സെയിൽസ് കോൺട്രാക്റ്റിലോട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഈസ് ഹാപ്പൻ ഇസ് ദാറ്റ് ഗുഡ്സ് ആർ ബീൻ ഷിപ്ഡ്. ഗുഡ്സിനെ ഷിപ്പ് ചെയ്യും. അത് കഴിഞ്ഞാൽ എക്സ്പോർട്ടർ എന്ത് ചെയ്യും? കുറെ ഡോക്യുമെന്റ്സ് റെമിറ്റിംഗ് ബാങ്കിന് കൊടുക്കും. റെമിറ്റിംഗ് ബാങ്ക് എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ദാറ്റ് ഡോക്യുമെന്റ്സ് ആർ ബീൻ പ്രസന്റഡ് ടു ദ കളക്ടിംഗ് ബാങ്ക്. കളക്ടിംഗ് ബാങ്ക് എന്ത് ചെയ്യും പറഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് ഇവരെന്താ ചെയ്യാ പറഞ്ഞാൽ ഡോക്യുമെന്റ്സ് ഇവിടെ ക്യാഷ് നമുക്ക് കിട്ടുന്നില്ല. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഈ ഡോക്യുമെന്റ്സ് ഇമ്പോർട്ടറിന് കൊടുക്കും. അത് കഴിഞ്ഞാൽ ഇമ്പോർട്ടർ ഡോക്യുമെന്റ്സ് ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗുഡ്സ് അറൈവ് ചെയ്യും. ഗുഡ്സ് അറൈവ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഡോക്യുമെന്റ്സിന്റെ ബേസിസിൽ എന്ത് ചെയ്യും? ഈ ഗുഡ്സിനെ നമ്മൾ ഇമ്പോർട്ടർ റിസീവ് ചെയ്യും.
കിട്ടിയ ഗുഡ്സിനെ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും പറഞ്ഞാൽ അവര് അവിടെ തന്നെ വെക്കുന്നില്ല, അപ്പൊ തന്നെ കുറച്ച് 2-3 വേറെ റീറ്റെയിലേഴ്സിന്റെ അടുത്തോട്ട് ഈ പ്രോഡക്റ്റ് കൊണ്ടുപോയി വെക്കും. ഈ റീറ്റെയിലേഴ്സിന്റെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് വെക്കുന്ന ടൈമിൽ ദേ വിൽ ബി റിസീവിങ് സം ക്യാഷ്. ആ ക്യാഷ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഇവിടെ ഇമ്പോർട്ടേഴ്സിന്റെ കയ്യിൽ ക്യാഷ് വരുന്നത്. ആ ക്യാഷ് എടുത്തിട്ട് ആർക്ക് കൊടുക്കും? ഇവര് കളക്ടിങ് ബാങ്കിന് കൊടുക്കും. കളക്ടിങ് ബാങ്ക് തിരിച്ച് റെമിറ്റിംഗ് ബാങ്കിന് കൊടുക്കും, അവർ എക്സ്പോർട്ടേഴ്സിന് കൊടുക്കും. ഈ ഒരു കേസിൽ പറഞ്ഞാൽ ആദ്യം നമുക്ക് ക്യാഷ് കിട്ടുന്നില്ല, ക്യാഷ് സെയിൽ നടത്തിയിട്ടാണ് നമുക്ക് ക്യാഷ് കിട്ടുന്നത്. സെയിൽ നടത്തി റീറ്റെയിലേഴ്സുമായിട്ട് സെയിൽ നടത്തി ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ that cash has been transferred by the importer to the presenting bank or collecting bank. Collecting bank transfers it to the remitting bank and then to the exporter. Okay. So this is the difference between documents against acceptance. ഇവിടെ documents against payment ആണ്. പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇവിടെ ഡോക്യുമെന്റ്സ് കിട്ടുന്നത്. ഇവിടെ ആക്സെപ്റ്റൻസ് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ഡോക്യുമെന്റ്സ് അഗെയിൻസ്റ്റ് ആക്സെപ്റ്റൻസ് ആണ് നടത്തുന്നത്, എന്നിട്ടാണ് നമ്മൾ ഇവിടെ പേയ്മെന്റ് നടത്തുന്നത്. ഓക്കെ, ക്ലിയർ? Yes, ma'am. Okay, so we will be seeing these terms of payment once more from the first slide. അപ്പൊ നിങ്ങൾക്ക് എന്റെ കൂടെ പറയാം, what is terms of payment പറഞ്ഞാൽ എന്താണ്? Terms of payment പറഞ്ഞാൽ എന്താണ്? അട്രാക്റ്റീവ് ആയിട്ടുള്ള പേയ്മെന്റ് നടത്തുക. യെസ്, അട്രാക്റ്റീവ് ആയിട്ട് പേയ്മെന്റ് കൊടുക്കണം. അട്രാക്റ്റീവ് പേയ്മെന്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമ്മൾ അടുത്തോട്ട് ആര് വരിക? ഇമ്പോർട്ടേഴ്സ് വരിക. എക്സ്പോർട്ടേഴ്സിന് കുറെ അധികം കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പം വാട്ട് ദി എക്സ്പോർട്ടേഴ്സ് ഹാവ് ടു ഡു ഇസ് ദേ ഹാവ് ടു പ്രൊവൈഡ് ഔട്ട് അട്രാക്റ്റീവ് പേയ്മെന്റ് ടേംസ്. ടേംസ് ഓഫ് പേയ്മെന്റിൽ വരുന്ന രണ്ടെണ്ണം എന്താണ്? ഫസ്റ്റ് വരുന്നത് ഏതാണ്? അഡ്വാൻസ് പേയ്മെന്റ്. യെസ്, അഡ്വാൻസ് പേയ്മെന്റിൽ എന്താ ചെയ്യുന്നത്? അഡ്വാൻസ് പേയ്മെന്റ് കൊടുക്കുക, അഡ്വാൻസ് ആയിട്ട് ഒരു പേയ്മെന്റ് കൊടുക്കുക. യെസ്, എന്തിന്റെ മുന്നേ? നമ്മളെ പ്രോഡക്റ്റ് ഷിപ്പിലോട്ട് വെക്കുന്നതിന്റെ ഷിപ്മെന്റിന്റെ മുന്നേ ചെയ്ത് കഴിഞ്ഞിട്ട് ഷിപ്പ് ചെയ്യുന്നതിന്റെ മുന്നേ. യെസ്. അപ്പം ഇവിടെ ആർക്കാണ് ഏറ്റവും കുറവ് റിസ്ക് വരുന്നത്? റിസ്ക് വരുന്ന ഇമ്പോർട്ടേഴ്സിനാണ്. ഇമ്പോർട്ടേഴ്സിനാണ് ഇമ്പോർട്ടേഴ്സിന് റിസ്ക്, എക്സ്പോർട്ടേഴ്സിന് റിസ്ക് ഇല്ല. യെസ്, ഗുഡ്. അതാണ് അഡ്വാൻസ് പേയ്മെന്റ്. അപ്പം ആ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഡോക്യുമെന്ററി ക്രെഡിറ്റ് നമ്മൾ എപ്പോഴാണ് അഡോപ്റ്റ് ചെയ്യുക? ഈ അഡ്വാൻസ് പേയ്മെന്റ് മെത്തേഡ് കിട്ടിയിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് പോകുന്ന സേഫസ്റ്റ് മെത്തേഡ് ആണ് ഇവിടെ ഡോക്യുമെന്ററി ക്രെഡിറ്റ്. ഈ ഡോക്യുമെന്ററി ക്രെഡിറ്റ് എന്താ പറയുന്നത്? ഡോക്യുമെന്റ്സിന്റെ ബേസിൽ ക്രെഡിറ്റ് കൊടുക്കും. യെസ്, ലെറ്റർ ഓഫ് ക്രെഡിറ്റിന്റെ ബേസിസിൽ നമുക്ക് ക്രെഡിറ്റ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഡോക്യുമെന്ററി ക്രെഡിറ്റ് പറയുന്നത്. when an exporter is unable to procure order with advance payment, the next best alternative is the documentary credit method ആണ്. ഈ ഒരു മെത്തേഡിൽ എന്താ ചെയ്യുന്നത്? At the instance of the importer, bank usually with the importing country sends a letter to the exporter giving an assurance that the payment will be made soon after shipment. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു ഗ്യാരണ്ടി കൊടുക്കുക ലെറ്റർ ഓഫ് ക്രെഡിറ്റ് കൂടെ. നമുക്ക് ഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ പേയ്മെന്റ് നടത്തും പറയുന്നതിനെയാണ് ഡോക്യുമെന്ററി ക്രെഡിറ്റ്. ക്ലിയർ ആയല്ലോ? അഡ്വാൻസ് പേയ്മെന്റ് ക്ലിയർ ആയല്ലോ? ഡോക്യുമെന്ററി ക്രെഡിറ്റും ക്ലിയർ ആയി അല്ലേ? ഓക്കെ. പിന്നെ ഏതൊക്കെ പാർട്ടീസ് ആണ് ഡോക്യുമെന്ററി ക്രെഡിറ്റിൽ വരുന്നതാണ് നമ്മൾ കണ്ടിരുന്നത്. അതിന്റെ അകത്ത് ഫസ്റ്റ് തന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ ഇമ്പോർട്ടർ വരുന്നുണ്ട് പറഞ്ഞു. പിന്നെ നമ്മൾ ഓപ്പണിംഗ് ആൻഡ് ഇഷ്യൂയിങ് ബാങ്കിനെ പറ്റി പറഞ്ഞു. പിന്നെ നമ്മൾ എന്താണ് അഡ്വൈസിങ് ബാങ്കിനെ പറ്റി പറഞ്ഞു. പിന്നെ ഞാനൊരു നെഗോഷിയേറ്റിംഗ് ബാങ്കിനെ പറ്റി പറഞ്ഞു. ഇവര് തമ്മിൽ ഈ പറയുന്ന ബാങ്ക്സ് ഈ എക്സ്പോർട്ടറിന്റെ കൺട്രിയിൽ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ബാങ്കിനെ നെഗോഷിയേറ്റ് ചെയ്യും. നെഗോഷിയേറ്റിംഗ് ബാങ്ക് ഇസ് ഓൾസോ കമ്മിങ്. ഓക്കെ. പിന്നെ ലെറ്റർ ഓഫ് ക്രെഡിറ്റിന്റെ ഫീച്ചേഴ്സ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഡീറ്റെയിൽസ് ഓഫ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. സാധാരണ ലെറ്റർ ഓഫ് ക്രെഡിറ്റിൽ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് ഇൻക്ലൂഡഡ് ഇൻ ദ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആണ് നമ്മൾ ഇവിടെ കണ്ടിരിക്കുന്നത്. പിന്നെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ലെറ്റർ ഓഫ് ക്രെഡിറ്റിൽ എന്താ? റിവോക്കബിൾ. ഇതാരത് എത്രയും ഡിസ്റ്റർബൻസ് വരുന്നത്? അറിയുന്നോ? ഭയങ്കരമായി ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. ഓക്കെ. ഇനി ആരാ റിവോക്കബിൾ ഓർ ഇറവോക്കബിൾ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് പറഞ്ഞാൽ എന്താണ്? ക്രെഡിറ്റ് മോഡിഫൈ ചെയ്യാം. അല്ലെ റിക്കവറബിൾ ക്യാൻസൽ ചെയ്യാനുള്ള. യെസ്, മോഡിഫൈ ചെയ്യാനും ഉണ്ട്, ക്യാൻസൽ ചെയ്യാനും ഉണ്ട്. റൈറ്റ് ആർക്കുണ്ട്? ഇഷ്യൂയിങ് ബാങ്കിനുണ്ട്.
യെസ്. ഇഷ്യൂയിങ് ബാങ്കിനുണ്ട്. മറ്റേ ഇററിക്കവറബിൾ ലെറ്റർ ഓഫ് ക്രെഡിറ്റിൽ ആരെ പെർമിഷനോടെ ഉള്ളൂ അവർ ക്യാൻസലോ മോഡിഫൈയോ ചെയ്യാ? ഇമ്പോർട്ടന്റ് യെസ്, ഇമ്പോർട്ടന്റ് പെർമിഷനോടെ ഉള്ളൂ ചെയ്യാ. നെക്സ്റ്റ് ഇസ് കൺഫേം ലെറ്റർ ഓഫ് ക്രെഡിറ്റ് പറഞ്ഞാൽ എന്താ? Confirm letter of credit പറഞ്ഞാൽ എന്താ? This implies that the bank other than the issuing bank by adding say confirmation. അപ്പൊ ബാങ്കിന് വേറെ ഒരു ബാങ്ക് ഇൻഷുറൻസ് കൊടുക്കുന്നതിനെയാണ് കൺഫേം ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് റെസ്ട്രിക്റ്റഡ് ക്രെഡിറ്റ് ആണ്. റെസ്ട്രിക്റ്റഡ് ക്രെഡിറ്റ് പറഞ്ഞാൽ എന്താണ്? കൺഫേം ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഒന്നും കൂടി പറയുമോ? കൺഫേം ലെറ്റർ ഓഫ് ക്രെഡിറ്റ് പറഞ്ഞാൽ ബാങ്ക്സിലെ നമുക്കിപ്പം ബാങ്ക്സ് അഷ്വറൻസ് തരും, അവര് പേ ചെയ്തിട്ടില്ലേ ഞങ്ങൾ പേ ചെയ്യും പറഞ്ഞിട്ട്. ആ ബാങ്കിനും ചില ടൈമിൽ പേ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരും. അപ്പൊ ബാങ്കിന് വേറെ ഏതൊക്കെ RBI പറഞ്ഞ ബാങ്കൊക്കെ അഷ്വറൻസ് കൊടുക്കുന്ന തന്നെയാണ് നമ്മൾ കൺഫേം ലെറ്റർ ഓഫ് ക്രെഡിറ്റ് പറയുന്നത്. ഓക്കെ, ബാങ്ക്സ് ആർ ബീങ് given guarantee by another bank. യെസ് മാം. ഓക്കെ, റെസ്ട്രിക്റ്റഡ് ക്രെഡിറ്റ് പറഞ്ഞാൽ എന്താണ്? അവര് പറയുന്ന ബാങ്കിന്റെ നെയിംസ്, ദാറ്റ് ഇസ് ഇപ്പൊ SBI പറയാ, ICICI പറയാ, അവര് പറയുന്ന ബാങ്ക് നമ്മളെ കൺട്രിയിൽ ഉണ്ടാവണം. ആ ബാങ്കുകളുമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് നടത്തുക, അതിനെയാണ് റെസ്ട്രിക്റ്റഡ് ക്രെഡിറ്റ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്ന റിവോൾവിംഗ് ക്രെഡിറ്റ് ആണ്. റിവോൾവിംഗ് ക്രെഡിറ്റ് പറഞ്ഞാൽ ഞാൻ എന്താ പറഞ്ഞേ? Many times യെസ്, ഒന്നിൽ കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. അതിനെയാണ് നമ്മുടെ റിവോൾവിംഗ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് പറയുന്നത്. റെഡ് ക്ലോസ് ലെറ്റർ ഓഫ് ക്രെഡിറ്റോ? ആദ്യം കുറച്ച് അഡ്വാൻസ് ആയിട്ട് ഞാനിപ്പോ എക്സ്പോർട്ടർ ആണെങ്കിൽ ഞാൻ അവർ ഇമ്പോർട്ടേഴ്സിനോട് പറയാണ് എന്റെ കൈമേൽ ക്യാഷ് ഷോർട്ടേജ് ഉണ്ട്, നിങ്ങൾ ആദ്യം കുറച്ച് അഡ്വാൻസ് മണി എനിക്ക് തരണം പറയുന്നതിനെയാണ് റെഡ് ക്ലോസ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ട്രാൻസ്ഫറബിൾ ക്രെഡിറ്റ്. എന്താണ് ട്രാൻസ്ഫറബിൾ ക്രെഡിറ്റ്? എക്സ്പോർട്ടറും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഒരു കോൺട്രാക്ട് ആണ്. അത് ഒരു പാർട്ടിയിൽ നിന്ന് വേറെ ഒരു പാർട്ടിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള റൈറ്റ് ട്രാൻസ്ഫറബിൾ ക്രെഡിറ്റിനുണ്ട്, പ്രൊവൈഡഡ് ദ ടേം ട്രാൻസ്ഫറബിൾ ഇസ് കമ്മിങ് ക്ലിയർലി ഓൺ ഇറ്റ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്ന ബാക്ക് ടു ബാക്ക് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആണ്. ഞാൻ ബാക്ക് ടു ബാക്ക് ലെറ്റർ ഓഫ് ക്രെഡിറ്റിൽ എന്താ പറഞ്ഞ 3 ആൾക്കാർ വരുന്നുണ്ട്, ഇമ്പോർട്ടർ, എക്സ്പോർട്ടർ, സപ്ലയർ വരുന്നുണ്ട്. ഇമ്പോർട്ടർ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എക്സ്പോർട്ടറിന് കൊടുക്കും, പക്ഷെ എക്സ്പോർട്ടർ വെറും എക്സ്പോർട്ടിങ്ങിന്റെ വർക്ക് മാത്രമേ ഉള്ളൂ ചെയ്യുന്നത്. ദേ ആർ നോട്ട് പ്രൊഡ്യൂസിങ് ദ ഗുഡ്സ്, സോ ദേ വിൽ ബി ഗിവിംഗ് ഔട്ട് ദ കൊളാറ്ററൽ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ടു ദ സപ്ലയേഴ്സ്. പേയ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ബാലൻസ് എടുക്കുന്നത് എക്സ്പോർട്ടറിന്റെ പ്രോഫിറ്റ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ബാക്ക് ടു ബാക്ക് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ക്ലിയർ ആണ് മാം. ഇനി സ്റ്റാൻഡ് ബൈ ക്രെഡിറ്റ് എന്താണ് പറയൂ? ബാങ്ക് ഒരു അഷുറൻസ് കൊടുക്കും. ഗുഡ്. വാട്ട് ഇസ് ഡിഫേർഡ് പേയ്മെന്റ് ക്രെഡിറ്റ് പറഞ്ഞാൽ എന്താണ്? പേയ്മെന്റിന് വേണ്ടിയിട്ട് കുറച്ച് സമയം കൊടുക്കും. യെസ്, 30 days 60 days ടൈം കൊടുക്കുന്നതാണ്. പിന്നെ ഡോക്യുമെന്റ്സ് റിക്വയർഡ് ഓൺ ദ ലെറ്റർ ഓഫ് ക്രെഡിറ്റിൽ ഞാനത് ഡീറ്റെയിൽ ആയി പറയേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് ക്ലാസ് വി ഹാവ് സ്റ്റഡീഡ് ഓൾ ദീസ് ഡോക്യുമെന്റ്സ് ഇൻ ഡീറ്റെയിൽ. ഫസ്റ്റ് പറയുന്ന ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്, പിന്നെ കമേഴ്ഷ്യൽ ഇൻവോയ്സസ് കമ്മിങ്, പാക്കിംഗ് ലിസ്റ്റ് വരുന്നു. ട്രാൻസ്പോർട്ടേഷൻ ഡോക്യുമെന്റ്സ് പറഞ്ഞാൽ നമുക്ക് റെയിൽവേസ് കിട്ടുന്ന ഡോക്യുമെന്റ്സ് കമ്മിങ്, എയർവേസ് കിട്ടുന്ന ഡോക്യുമെന്റ്സ് വരുന്നുണ്ട്. ഇപ്പം റോഡ് വേസ് ആണെങ്കിൽ റോഡ് വേസ് കിട്ടുന്ന ഡോക്യുമെന്റ്സ് കമ്മിങ്. പിന്നെ ഇൻസ്പെക്ഷൻ സർട്ടിഫിക്കറ്റ്, നമ്മൾ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഇൻഷുർ ചെയ്യുന്നതിനെയാണ്. പിന്നെ അതേപോലെ ഇൻഷുറൻസ് കവറേജും എടുക്കണം. നെക്സ്റ്റ് ഇസ് ഗൈഡ് ലൈൻസ് ഫോർ ദർ എക്സ്പോർട്ടർ. ഞാൻ പറഞ്ഞു ഒരു തെറ്റും ഏതിൽ വരാൻ പാടില്ല, ലെറ്റർ ഓഫ് ക്രെഡിറ്റിൽ വരാൻ പാടില്ല. ഇറ്റ് ഇസ് ദ ഡ്യൂട്ടി ഓഫ് ബോത്ത് ദ എക്സ്പോർട്ടർ ആൻഡ് ദ ഇമ്പോർട്ടർ ടു പ്രോപ്പർലി സ്ക്രൂട്ടനൈസ് ആൻഡ് എൻഷുർ ദാറ്റ് ദർ ഇസ് നോ എറേഴ്സ് ദാറ്റ് ഇസ് കമ്മിങ് ഇൻ. അതിൻ്റെ അകത്ത് സാധാരണ വരുന്ന എറേഴ്സ് കുറച്ചെണ്ണമാണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ ഡോക്യുമെന്ററി കളക്ഷൻ ആണ്. ഡോക്യുമെന്ററി കളക്ഷനിൽ ഡോക്യുമെന്റ് എഗെയിൻസ്റ്റ് പേയ്മെന്റ് ആണ്. പേയ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഗുഡ്സ് റിസീവ് ചെയ്യുക. ദാറ്റ് ഇസ് ഡോക്യുമെന്റ്സ് എഗെയിൻസ്റ്റ് പേയ്മെന്റ്. ഡോക്യുമെന്റ്സ് എഗെയിൻസ്റ്റ് ആക്സെപ്റ്റൻസ് പറഞ്ഞാൽ ഇവിടെ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ ഗുഡ്സ് അറൈവ് ചെയ്ത് ഗുഡ്സിനെ റീറ്റെയിലേഴ്സിന്റെ അടുത്ത് കൊണ്ട് സെല് ചെയ്തിട്ടാണ് നമ്മൾ ക്യാഷ് ആർക്ക് കൊടുക്കുന്നത്? എക്സ്പോർട്ടേഴ്സിന് കൊടുക്കുന്നത്. ഓക്കെ, that is document against acceptance. I hope you got a clear idea about this particular terms of payment chapter. Okay? Okay, ma'am. Overall idea കിട്ടിയില്ലേ? Okay, now we are going on to the next chapter.
അല്ല മാം ഇന്ന് എത്ര ചാപ്റ്റർ ആണ് എടുക്കുക? ഇന്ന് നമ്മൾ ഈ ബ്ലോക്ക് തീർക്കാനാണ് ശ്രമിക്കുന്നത്. ഈ ബ്ലോക്ക് അല്ലേ, ദാറ്റ് ഇസ് ബ്ലോക്ക് 2. ഈ കാണുന്ന നിങ്ങൾ കാണണ്ട എന്റെ സ്ക്രീനില്? കാണുന്നുണ്ടോ? ഇപ്പൊ നിങ്ങൾ എന്താ കാണുന്ന സ്ക്രീനില്? IBF for export, import, procedure and documentation. എക്സ്ചേഞ്ച് യൂണിറ്റ് 7 അല്ലേ കാണുന്നത്? Yes. യൂണിറ്റ് 7 എക്സ്ചേഞ്ച് കൺട്രോൾ റെഗുലേഷൻസ്. യെസ്, ഓക്കെ. റെക്കോർഡിംഗ് നടക്കുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? നിലവിൽ കാണിക്കുന്നുണ്ട്. റെക്കോർഡിംഗ് ആണ്. ഓക്കെ, ദാറ്റ് ഇസ് എനഫ്. ഈ റെക്കോർഡിംഗ് ക്ലാസ് മോളെ റെക്കോർഡിംഗ് ആവുന്നുണ്ട് ക്ലാസ്. നിങ്ങൾക്കത് നിങ്ങളെ ഈ സൈറ്റ് പോയി കഴിഞ്ഞാല്, വടകര ഈ ഇഗ്നോന്റെ സൈറ്റ് പോയി കഴിഞ്ഞാല് ഫേസ്ബുക്കിൽ എനിക്ക് തോന്നുന്നത് അപ്ലോഡിങ് ഓൾ ദീസ് തിങ്സ്. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിലവില്. മാഡത്തിന്റെ കഴിഞ്ഞ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. Okay. അപ്പൊ you can just refer those if you want to clear any doubts. Okay. So unit 7 exchange control regulations and facilities concerning export ആണ്. We are going on to the next module, chapter. First തന്നെ we'll understand what is foreign exchange. അപ്പൊ foreign exchange എന്താണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. Foreign exchange പറഞ്ഞ വേർഡ് കേൾക്കുമ്പോൾ തന്നെ what is coming into your mind? Foreign currency വരും അല്ലെ? Foreign exchange includes foreign currency, there is no doubt. So foreign currency and it includes the following things ആണ് പറയുന്നത്. ഫസ്റ്റ് തന്നെ foreign currency വരുന്നുണ്ട് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഡെപ്പോസിറ്റ്സ് വരാം, ക്രെഡിറ്റ്സ് വരാം, ബാലൻസ് പേയബിൾ ഇൻ ഫോറിൻ കറൻസീസ് വരാം, ഡ്രാഫ്റ്റ്സ് വരാം, ട്രാവൽ ചെക്സ് വരാം, ലെറ്റർ ഓഫ് ക്രെഡിറ്റ് വരാം, ബിൽ ഓഫ് എക്സ്ചേഞ്ച് വരാം, instrument payable at the option of the drawer or holder thereof. So all these are considered as a foreign exchange. Foreign exchange is something that is really important for our country to develop. കാരണം നമുക്ക് foreign exchanges ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ട്രേഡ് നടത്താൻ പറ്റുക. And there are various control that has been brought in with regard to the foreign exchange. നമുക്ക് ഇഷ്ടമുള്ള ടൈമിൽ നമുക്ക് foreign exchange purchase ചെയ്ത് വെക്കാനോ നമുക്കത് സെല് ചെയ്യാനോ പറ്റില്ല. Everything is coming under the control of RBI. RBI പറയുന്ന പ്രകാരം മാത്രമേ ഉള്ളൂ നമുക്ക് foreign exchange transactions നടത്താൻ പറ്റുക. Okay, so that is foreign exchange means foreign currency and it includes എന്തൊക്കെയാ travel drafts വരാം, travel checks വരാം, letter of credit വരാം, bill of exchange വരാം, അല്ലെങ്കിൽ instrument payable at the option of the drawer or holder. All these are considered as foreign exchange. Now we'll understand what is foreign exchange transactions. Foreign exchange transactions vanala, foreign exchange accrues out of the foreign transactions, which ultimately the purchase or sale of one's currency against another national currency, against import and export of goods, services, foreign remittance and foreign travel, whether bound or not or outbound. Appo foreign exchange transactions eppada vera? Foreign exchange transactions actually comes in when there is import and export of goods that is coming in. That is, you're purchasing or selling one item of one nation by using the currency of one nation with another currency. That is, two different currencies are coming in with the transactions. Then we can say that foreign exchange transactions are taking place. So I told you foreign exchange transactions are taking place when an import and export of goods or services is taking place. At the same time, one currency is being termed, one nation currency is being, national currency is being transferred with another nation's currency. Then we can say that foreign exchange transaction take place. Appo foreign exchange transaction lo what is happening is that transfer of purchasing power is taking place. So here what has been done is the purchasing power has been transferred from one person to another. നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻസ് നടക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ റോ മെറ്റീരിയൽസ് ആയാലും നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻസ് നടത്താം. ദാറ്റ് ഇസ് റോ മെറ്റീരിയൽസിന് നമുക്ക് സെയിലും പർച്ചേസും ചെയ്യാം. അതേപോലെ നമുക്ക് ഫ്രൂട്ട്സ് ആയാലും, അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ആയാലും, ഫ്ലവേഴ്സ് ആയാലും, ഇന്റർമീഡിയറി ഗുഡ്സ് ആയാലും, ക്യാപിറ്റൽ ഗുഡ്സ്, എല്ലാ പ്രോഡക്ട്സിനും നമുക്ക് എന്താ ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻസിലോട്ട് കടക്കാൻ പറ്റുവാണ്
പറയുന്നത്. That is known as foreign exchange transactions. And foreign exchange transaction is something that is very much precious for the country, because if our country want to develop, what is required is foreign exchange transactions are required. So I told you, when one currency and another nation's currency is coming in, it is then foreign exchange transaction take place. It take place during the import and export of the goods. And foreign exchange transaction include all the goods, whether it is raw materials, whether it is manufactured product, whether it is fruit, whether it is intermediary good, capital goods, എന്തിനു വേണമെങ്കിലും നമുക്ക് foreign exchange transactions use ചെയ്യാം. But all these are under the proper control of the government of RBI. Now we'll see what are the objectives of exchange control. I told you that foreign exchange നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാൻ പറ്റില്ല. There is an exchange control that has been brought in by RBI. Now we'll see what are the objective. എന്തുകൊണ്ടാണ് exchange control കൊണ്ടുവന്നിരിക്കുന്നത്? And that first one is to prevent the flight of capital. ഈ flight of capital പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ മുഴുവൻ നമ്മളെ കൺട്രിത്തെ ക്യാപിറ്റൽ മുഴുവൻ പുറത്തത്തെ കൺട്രീസിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ കൺട്രി ഒരിക്കലും ഡെവലപ്പ് ചെയ്യില്ല. ടു എൻഷുർ ദാറ്റ് ഓൺലി കൺട്രോൾ ക്യാപിറ്റൽ ഇസ് ഗോയിങ് ഇൻ ഫ്രം ആ കൺട്രി ടു അതർ കൺട്രി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്ചേഞ്ച് കൺട്രോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, the next one is to ensure availability of sufficient foreign exchange for specific purpose such as meeting the international communities. നമുക്കറിയാം ചില ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റീസ് നമുക്ക് ഫണ്ട് തരണമെങ്കിൽ നമ്മളെ കൈമേൽ എന്ത് വേണം? ഫോറിൻ എക്സ്ചേഞ്ച് ആവശ്യമുണ്ട്. സഫീഷ്യന്റ് ആയിട്ടുണ്ട് ഫോറിൻ എക്സ്ചേഞ്ചസ് ആവശ്യമാണ്. ഏതെങ്കിലും ഒരു പർപ്പസിന് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റീസിന്റെ കൈമിൽ നിന്ന് നമുക്ക് ഫണ്ട് കിട്ടണമെങ്കിൽ what is required is foreign exchange is required. Next is to stabilize the extent use of domestic currency. നമ്മളെ ഡൊമസ്റ്റിക് കറൻസിന്റെ വാല്യൂ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയാൽ നമുക്കറിയാം നമ്മളെ കൺട്രിക്ക് അത് നല്ലതല്ല. അപ്പൊ അതൊരു സ്റ്റെബിലൈസ്, എക്സ്പോർട്ടിങ്ങിന്റെയും ഇമ്പോർട്ടിങ്ങിന്റെയും കൺട്രീന്റെ കറൻസി സ്റ്റെബിലൈസ് ചെയ്ത് വെക്കാനും നമ്മൾ എക്സ്ചേഞ്ച് കൺട്രോൾ കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ എക്കണോമിക് പ്രഷേഴ്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ എക്സ്ചേഞ്ച് കൺട്രോൾ കൊണ്ടുവരുന്നുണ്ട്. So exchange control പറഞ്ഞാൽ നമ്മൾ we are controlling the transfer, the movement of foreign exchange from one country to another. RBI is bringing about a control, and the main purpose of bringing in the control is ensuring that the capital is not flowing from one country to the other country completely. Second one is to get benefits from international communities. What is required is exchange control is required. Next is to stabilize the domestic currency, and the fourth one is to control the economic pressures. Clear? Students? Yes, ma'am. Yes, ma'am. Clear around. Okay. Now we are going to see Foreign Exchange Management Act 1999. So that we have studied in the first class. ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഫെമ ഫോം ചെയ്തത്, എന്തൊക്കെ മാറ്റിയിട്ടാണ് ഫെമ വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഫെമ വരാനുണ്ട കാരണം, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് വരാനുണ്ട കാരണം പറഞ്ഞാൽ അവർ മാനേജ്മെന്റും കൂടെ ഈ ഒരു ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻസിലോട്ട് നടത്തിയപ്പോഴാണ് അതിന്റെ പേര് ഫെമ ആയിട്ട് മാറിയത്. And it came in the year 1999 ഓപ്പറേഷനിൽ വന്നിരിക്കുന്നത്. And the basic objective of FEMA എന്താണ് ചോദിച്ചാൽ is to consolidate and amend the law relating to foreign exchange with the objective of facilitate extended trade and payments and for promotion of orderly development and maintenance of foreign exchange market in India. So the FEMA is actually being brought in to ensure that there is a development and there is a maintenance of foreign exchange market in India. We are ensuring that the foreign exchange market is not going out of the control of India. The Indian government interference is coming in, and they are ensuring that the trade, external trade and payment is being done according to the rules and regulations. Appo Foreign Exchange Management Act 1999 vannu അതേപോലെ അവർ എന്തിനാണ് കൊണ്ടുവന്നത് പറഞ്ഞാൽ ഡെവലപ്മെന്റും മെയിൻ്റെനൻസ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. ഫോർ മെയിൻറ്റെയിനിങ് ദ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് വാട്ട് they brought in FEMA in 1999. അപ്പൊ ഈ ഫെമയുടെ അത് when you are looking there are various chapters that is coming. ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നത് എന്താ, ഡെഫിനിഷനും സ്കോപ്പ് ഓഫ് ഫെമ ആണ്. സെക്കൻഡ് ചാപ്റ്ററിൽ വരുന്നത് പറഞ്ഞാൽ ഡീലിങ്സ്, ഹോൾഡിങ്സ്, ട്രാൻസാക്ഷൻസ്, റിയലൈസേഷൻ, റീപാർട്ടേഷൻ ഒക്കെയാണ് വരുന്നത് സെക്കൻഡ് ചാപ്റ്ററിൽ. തേർഡ് ചാപ്റ്ററിൽ വരുന്നത് എന്താണ് പറഞ്ഞാല് എനിക്ക് തോന്നുന്ന ചിലപ്പം നമ്മളെ ക്ലാസ് ഇപ്പൊ ഒന്ന് പോകാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. റിമൈനിങ് മിനിറ്റ്സ് പറഞ്ഞ്
കാണുന്നുണ്ട്. സ്റ്റോപ്പ് ഷെയർ. I'll do one more thing. ഞാൻ ഒരു ലിങ്ക് ഇപ്പൊ തന്നെ അയച്ചുതരാം. I'm not going to cut it. Okay? How many meeting licenses you have purchased? Okay. ഇപ്പൊ എന്തോ purchase ചെയ്യാനാ പറയുന്നത്. Okay. Just a minute. ഞാൻ ആ ലിങ്ക് അയക്കാം. നിങ്ങൾ ആ ലിങ്കിലോട്ട് കയറിയാൽ മതി. Okay? എന്താ ലിങ്ക് പ്ലീസ്? ലിങ്ക് പ്ലീസ് മാഡം ഈ ക്ലാസ്സിന്റെ. ഓക്കെ.